ഒരു കപ്പിൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അവരൊരു മെൻ്റലി ആൻഡ് ഫിസിക്കലി ആ പ്രഗ്നൻസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. അവർ റെഡി അല്ലെങ്കിൽ നമുക്ക് കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ് പലതും ഇന്നിപ്പം അവൈലബിൾ ആണ്. നമ്മുടെ ഫ്യൂച്ചർ പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ്സ് തരുന്നതും നമുക്ക് വേറെ ശരീരത്തിന് മറ്റ് ബെനിഫിറ്റ്സ് തരുന്നതുമായിട്ടുള്ള പല മെത്തേഡ്സും അവൈലബിൾ ആണ് ഇന്ന്. അതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പിൽസ് ആണ്. അതല്ലാണ്ട് കോപ്പർ കോയിൽ, ഹോർമോൺ കോയിൽ, ഇംപ്ലാന്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. താൽക്കാലികമായിട്ട് ഓവുലേഷൻ നിർത്തിക്കൊണ്ടാണ് ഇത് മിക്കതും ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് അത് മാറ്റുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഈ മെഡിസിൻ എടുക്കുന്നത് നിർത്തുമ്പോഴത്തേക്കോ നമ്മുടെ താൽക്കാലികമായിട്ട് നിന്നേക്കുന്ന ഓവുലേഷൻ തിരിച്ചു വരുന്നു. അതുവഴി നമുക്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നതിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കോൺട്രസെപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടാണ്. നിലവിലുള്ള ഒരു മെത്തേഡിലും അങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. പിൽസിന് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിലുള്ള മുഖക്കുരു, മുഖത്തുള്ള ഹെയർ, അമിതമായ രോമ വളർച്ച ഇതൊക്കെ കുറയാൻ സാധിക്കും. പീരീഡ്സ് റെഗുലർ ആവും. പീരീഡ്സിൻ്റെ ഹെവി ബ്ലീഡിങ്, വേദന ഇതൊക്കെ കുറയുകയും ചെയ്യും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് പിൽസ് എടുക്കാവുന്നതാണ്. എത്ര കാലം വരെ എടുക്കുക എന്നുള്ളത് ഓരോ പേഷ്യൻ്റെ ഹെൽത്തും അവരുടെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അത് നിർത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവുലേഷൻ തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് പ്രഗ്നൻസി ആവാനുള്ള കപ്പാസിറ്റീനെ അത് ബാധിക്കുന്നില്ല. വേറൊരു സെറ്റ് ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്ഷൻ ആണ്. അതായത് നിങ്ങൾക്കൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നു കഴിഞ്ഞു, അത് പ്രഗ്നൻസിയിൽ നിൽക്കരുത് എങ്കിൽ, നിങ്ങളുടെ ഓവുലേഷൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പിൽസ് ഇത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ മെഡിസിൻസ് ഒന്നും നിങ്ങൾ ഓവർ ദ കൗണ്ടർ പോയി മേടിച്ച് കഴിക്കരുത്. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ മരുന്നുകൾ നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ ഈ മരുന്നുകളൊന്നും നിങ്ങൾക്ക് ഒരു ഓൺ ഗോയിങ് കോൺട്രാസെപ്ഷൻ ബെനിഫിറ്റ് തരുന്നില്ല എക്സെപ്റ്റ് ഫോർ കോപ്പർ ടി. ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കേണ്ടതുണ്ട്. അത് അമ്മയുടെ മെൻ്റലും ഫിസിക്കൽ ഹെൽത്തും മാത്രമല്ല കുഞ്ഞിൻ്റെ വളർച്ചേനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോൺട്രാസെപ്റ്റീവ് മെഡിസിൻസ് ഒന്നും 100% അല്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ റെയർലി പ്രഗ്നൻസി ഉണ്ടാവുന്നതാണ്. ടാബ്ലറ്റ് കഴിക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കോപ്പർ ടി ആണ് ഇട്ടതെങ്കിൽ അത് അതിൻ്റെ സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് താഴോട്ട് വരുമ്പോഴോ ആണ് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ അതൊരു എക്ടോപിക് പ്രഗ്നൻസി, അതായത് യൂട്രസിലല്ല യൂട്രസിൻ്റെ പുറത്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇഫ് യു മിസ് യുവർ പീരീഡ്സ് ഉടനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഡോക്ടറെ ഉടനെ ബന്ധപ്പെടുക. എപ്പോഴും ഒരു പ്ലാൻ പ്രഗ്നൻസി ആയിരിക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഫാമിലിക്കും എപ്പോഴും ബെനിഫിറ്റഡ് ആവുന്നത്. നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. ആൻഡ് വെൻ യു ആർ റെഡി ടു ഹാവ് എ പ്രഗ്നൻസി, ഗോ ഹെഡ് ആൻഡ് ഹാവ് എ പ്രഗ്നൻസി. Till then, there are very much safe methods that can be used to prevent pregnancy without much of side effects.